നേരെ ഈ കാറിനകത്ത് ആരും ഇല്ലല്ലോ. ഈ കാറിനകത്ത് ആരും ഇല്ല. പിന്നെ ഇത്രയും നേരം പിന്നെ ഈ കാറ് തന്നെ സ്റ്റാർട്ട് ആകുകയും പിന്നെ തന്നെ ഹോൺ അടിക്കുകയൊക്കെ ചെയ്ത് എങ്ങനെ ഇത്? അയ്യോ എന്റെ കഴുത്തിൽ ഞെക്കി പിടിച്ചത്. അയ്യോ 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 മേഡം, അയ്യോ മേഡത്തിന്റെ കഴുത്തിൽ ഞെക്കി പിടിച്ചേക്കുന്നവര്. അയ്യോ എനിക്ക് ശ്വാസം മുട്ടുന്നേ. അയ്യോ അയ്യോ എന്റെ കഴുത്തിന് ആരും ഇത് കുത്തിപ്പിടിച്ചത്. അയ്യോ പേടിയാണ് മേഡം, നമുക്ക് ഈ കാറിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങാം. അയ്യോ അയ്യോ എനിക്ക് അയ്യേ. അയ്യോ ഡോർ ലോക്കാ മേഡം, തുറക്കാൻ പറ്റുന്നില്ലേ നോക്കിയിട്ട്. അയ്യോ എങ്ങനെ നമ്മൾ തുറന്ന് പുറത്തിറങ്ങും? സുരേഷ് ഏട്ടാ ഓടി വാ. ഈ ഡോറും തുറന്നേക്കാ കാറിന്റെ. തുറക്കാൻ പറ്റുന്നില്ല, ഇത് ലോക്കായിട്ട് കിടക്കുവാ. സുരേഷ് ഏട്ടാ. അയ്യോ ഇതെന്താ മേഡം, സാറിനെ കാണുന്നില്ലല്ലോ. സുരേഷ് ഏട്ടൻ ഇത് എവിടെ പോയി കിടക്കുക ഇത്? അയ്യോ രക്ഷിക്കൂ, ഓടി വായോ. സുരേഷ് ഏട്ടാ ഓടി വായോ, ഇതാണ് പ്രേതം. അയ്യോ മേഡം ഇപ്പൊ പിടിക്കും നമ്മളെ. അയ്യോ ഈ സുരേഷ് ഏട്ടനെ വിളിച്ചിട്ട് കാണുന്നുമില്ല. എന്ത് ചെയ്യും നമ്മളിനിയിപ്പോ? അങ്ങനെ എവിടെ പോയി കിടക്കുക സുരേഷ് ഏട്ടൻ? അയ്യോ ഇത് എന്തൊക്കെയാ മേഡം സംഭവിക്കുന്നത്? ഈ കാർ എവിടെ നിന്ന് കൊണ്ടുവന്ന കാറാ ഇത്? ഈ കാറിനകത്ത് ഇത്രയ്ക്ക് പ്രേതബാധയുണ്ടോ? അയ്യോ ഇതാരെ ഹോൺ അടിക്കുന്ന അകത്തിരുന്ന്? ഞാൻ അത് തൊട്ട പോലെ ഇല്ലല്ലേ ഹോണില്. സാറ്. അയ്യോ സുരേഷ് ഏട്ടാ പെട്ടെന്ന് ഡോർ തുറക്കും, ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഇതിന്ന്. ഞാൻ നിങ്ങളുടെ ഒച്ചയും ബഹളം കേട്ടോണ്ട് ഓടി വന്നത്. എന്തിനാ നിങ്ങളത് ഒച്ച എടുക്കുന്നത്? കാര്യമൊക്കെ പിന്നെ പറയാം. ചേട്ടൻ ഇപ്പൊ ഡോർ തുറക്കാൻ നോക്ക്, ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ കാറിന്റെ. അയ്യോ ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ ഡോറ്. ചേട്ടാ ഇത് അകത്തൊന്ന് ലോക്കായിട്ടിരിക്കുക. സുശീല എന്നൊന്നും ചെയ്യില്ലേടി, ഞാൻ നിന്നെ പുറത്തിറക്കാം. നീ എന്നെ തന്നെ കഴുത്തൊന്ന് വീടി. അയ്യോ ഞാനല്ല ചേട്ടാ ചേട്ടന്റെ കഴുത്ത് ഞെക്കി പിടിച്ചേക്കുന്നത്. പിന്നെ നീ അല്ലാതെ പിന്നെ ആരെ മൈമനെയോ? ഞാനോ? ചേട്ടാ ഞാനും മൈമനെ ഒന്നും അല്ല. ഇത് ഏതോ പ്രേതബാധയുള്ള കാറാ ഇത്. എന്നെയും മുപ്പ ഇതുപോലെ കഴുത്തെ കുത്തി പിടിച്ച്. അയ്യോ അയ്യോ നഖമെട്ട് പോർന്നേ. അയ്യോ അയ്യോ എനിക്ക് ഇപ്പഴേ ശ്വാസം നേരം വീണേ. ഇത് എന്തോ പാടി ഇത്? ഞാൻ പോയി അമ്മിക്കല്ല് എടുത്തിട്ട് വരട്ടെ, ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ട് നിങ്ങളെ ഞാൻ പുറത്തിറക്കാം. മൈമനെ നീ പേടിക്കണ്ട, ചേട്ടൻ ഇപ്പം ഗ്ലാസ് പൊട്ടിച്ച് നമ്മളെ പുറത്തിറക്കും. അയ്യോ മേഡം വണ്ടി ഓടി തുടങ്ങി. അയ്യോ ഭയങ്കര സ്പീഡിൽ കാറ് പോകുന്നു. അയ്യോ കാറെവിടെ? കാറിനെടുത്ത് കൂടെ പോലും ഇല്ലല്ലോ. അയ്യോ ആ പ്രേതം അവരെ അതിനകത്ത് കയറ്റിക്കൊണ്ട് പോയെന്ന് തോന്നാ കാറിനകത്ത്. അയ്യോ ഇനി അതെന്ത് സംഭവിക്കുമെന്തോ. എന്താ രാത്രി പുറത്ത് ഭയങ്കര ഒച്ചയും ബഹളവും കേട്ടാ ഞാൻ ഓടി വന്നത്. മോളെ ഞാൻ കൊണ്ടുവന്ന കാറ് നമ്മളെ ചതിച്ച്. അതിനകത്ത് പ്രേതബാധയുണ്ട്. അമ്മയും തന്നെ മൈമനെ അതിനകത്ത് ഇരിക്കുവായിരുന്നു. അവരെ ആ കാർ ഇങ്ങോട്ട് കൊണ്ടുപോയി. എന്താ അച്ഛൻ പറയുന്നത്? കാറിന് പ്രേതബാധയുണ്ടെന്നോ? എന്നിട്ട് അമ്മ മൈമനെ കൊണ്ടുപോയി നോക്കി കയറ്റിയിട്ടുണ്ട്. എന്തൊക്കെ അച്ഛൻ പറയുന്നേ? അതേ മോളെ ഞാൻ പറഞ്ഞ സത്യമാണ്. ആ കാരണത്ത് പ്രേതബാധ ഉണ്ടായിരുന്നു. മൈമനെ അമ്മയും അവരായിട്ട് അതിനകത്ത് കയറ്റിക്കൊണ്ട് പോയ പ്രേതങ്ങള്. എന്തായാലും ഞാൻ അവരെ പോയി രക്ഷിക്കട്ടെ. മോളെങ്കിൽ അകത്ത് പോയി കിടക്ക്. എന്തി അവരുണ്ട് ഉറപ്പാണോ? അയ്യോ ഞാനൊന്ന് അവരെ കൂടെ പോയി ഉണർത്തട്ടെ. വേണ്ട അവരോട് പറയണ്ട ഈ കാര്യങ്ങളൊന്നും. നീ അവരും പേടിക്കും. ഞാൻ എന്തായാലും പോയി അവരെ രക്ഷിക്കട്ടെ. മോളത്തിൽ അവർക്ക് പോയി കിടന്ന് ഉറങ്ങും. ആ കാർ ഇവിടെ എങ്ങും കാണാനില്ലല്ലോ. ഏത് വഴിക്കായിരിക്കും പോയത്? നരകവാതിൽ എന്ന് പറഞ്ഞൊരു വഴിയുണ്ടല്ലോ, ആ വഴിക്ക് എങ്ങനെ പോയി കാണും. പ്രേതങ്ങളല്ലേ കൊണ്ടുപോയത്. മിക്കവാറും നരകവാതിലിൽ തന്നെ കാണും. ആ ഭാഗത്തോട്ട് പോവാം. അങ്ങ് ദൂരെ ചെറിയ വെട്ടം കാണുന്നുണ്ട്. ആ കാറാന്ന് തോന്നുന്നു. അതെ ആ കാർ തന്നെയാ. നരകവാതിന്റെ അങ്ങോട്ട് തന്നെയാ ആ കാർ കൊണ്ടുപോകുന്നത്. രണ്ടും കൂടെ കിടന്ന് പോത്തു പോലെ കിടന്ന് ഉറങ്ങുന്നത്. ഇവിടെ ഇത്ര സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇത് രണ്ടെണ്ണങ്ങൾ അറിഞ്ഞു എന്തെങ്കിലും? അപ്പു അമ്മു എന്തൊക്കെ അപ്പു എന്ത് പടി ഉറക്കത്തിൽ മനുഷ്യൻ ഇടിച്ച് അടിപ്പെടുത്തുന്നേ. എന്നിട്ട് പോലും കണ്ണു ഉറക്കാൻ വയ്യ. നിനക്ക് എന്തിന്റെ കേട്ടടി? ഉറക്കത്തിൽ എന്നിട്ട് എന്തൊക്കെ ആക്ഷനെ കാണിക്കുന്നത്? നിങ്ങൾ രണ്ടും ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ഇതിന് ഓരോ സംഭവങ്ങളൊക്കെ നടന്നു. നിങ്ങളെല്ലാം അറിഞ്ഞോ? നമ്മളെ വാങ്ങിച്ച കാറില്ലേ, അച്ഛൻ കൊണ്ടുവന്ന കാറ്, അതിനകത്ത് എനിക്ക് പ്രേതബാധ ഉണ്ടായിരുന്നു. ആ പ്രേതബാധയുള്ള കാറിനകത്താണെങ്കിൽ മൈമുനെയും അമ്മയും കൂടെ അതിനകത്ത് പെട്ടുപോയി. ഇപ്പൊ ആ കാറാണെങ്കിൽ അവരെയും കൊണ്ടാണെങ്കിൽ വേറെ എങ്ങോട്ടോ പോയി. അച്ഛനെങ്കിൽ അവരെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? കാറിനകത്ത് പ്രേതബാധയോ? ആ പ്രേതങ്ങൾ പിടിച്ചോണ്ട് പോയെന്ന്. നമുക്ക് ഇനി ഒട്ടും സമയം പാഴാക്കണ്ട. അച്ഛൻ്റെ അതിന്റെ ബുള്ളറ്റ് കൊണ്ടല്ലേ പോയത്. അച്ഛന്റെ രണ്ടാമത്തെ ബുള്ളറ്റ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നമുക്ക് മൂന്നുപേർ കൂടെ അതിൽ കയറി പോവാം. ഞാൻ എന്റെ കയ്യിൽ ഒരു സാധനം കൂടെ കരുതിയേക്കാം. കുറച്ച് വേഗത്തിൽ വീണ അപ്പു. ഇത് മാക്സിമം സ്പീഡായി. അച്ഛനെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. അയ്യോ പാവം അച്ഛൻ പുറകെ കിടക്കുന്നേ ഉള്ളൂ. എടി ദേ കാറ് കണ്ടടി. എല്ലാരും മുറുക്കെ പിടിച്ചിരുന്നോണേ. നമ്മുടെ ആ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ പോവാ. അയ്യോ വയറ് വലിക്കുന്നു. അയ്യോ മൈമുനെ നമ്മളെ നരകവാതിന്റെ അങ്ങോട്ട് ഈ കാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ നരകവാതിന്റെ അങ്ങോട്ടോ? നമ്മളെ അവിടെ കൊണ്ടുപോയി അവര് തിളച്ചെണ്ണ മുക്കുമായിരിക്കും. അതെ പിന്നെ എന്താ സംശയം, അവിടെ കൊണ്ട് തിളച്ചെണ്ണ മുക്കും. ലാസ്റ്റ് നമ്മളെ ഫ്രൈ ചെയ്തിട്ട് ഏതെങ്കിലും ഹോട്ടലുകളിൽ കൊണ്ട് കൊടുക്കുമായിരിക്കും. ഹോട്ടലൊന്നും കൊണ്ട് കൊടുക്കത്തില്ല, അവര് തന്നെ ഭക്ഷിക്കും. അയ്യോ ഇങ്ങോട്ട് നോക്കിക്കേ മേഡം. അയ്യോ
അയ്യോ അയ്യോ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. അയ്യോ മേഡം, നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? അയ്യോ അപ്പു അച്ഛൻ അമ്മു ഇല്ലേ ആ ബൈക്കിൽ പോയത്? അയ്യോ അതെ മേഡം, ദേ അമ്മു അച്ഛൻ അപ്പം കൂടെ ദേ പോകുന്നു. ദേ ചേട്ടനുണ്ട്, ദേ ചേട്ടൻ ദേ വേറെ ബൈക്കില്ലേ, സുരേഷ് ചേട്ടൻ. അയ്യോ ശരിയാണല്ലോ, സുരേഷ് ഏട്ടനുണ്ടല്ലോ, നമ്മളെ അവരെ രക്ഷിക്കുമായിരിക്കും. മേഡം ദേ കാറിന്റെ സ്പീഡ് കുറഞ്ഞു. അതെ അതെ, കാറിന് സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. ഇതേ സുരേഷ് ഏട്ടനും മക്കളും എല്ലാവരും കുറുകെ കയറിയിരിക്കുന്നു കാറിന്റെ. ഓ കാർ എന്തായാലും നിന്ന്. മോനെ അപ്പോ അമ്മേ ഇനി ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ഞാൻ ദേ കാറിന്റെ ഡോർ തുറന്നിട്ടുണ്ട്. ഓ രക്ഷപ്പെട്ടു. അയ്യോ ഇതെന്താ ഈ കാറിന് ഇങ്ങനത്തെ രൂപം? നിങ്ങളെ കൊണ്ട് ഈ കാറ് പോയപ്പോഴേ ഈ രൂപത്തിലെ കാറ് കണ്ടത്. അത് നോർമൽ കാറിന്റെ രൂപമായിരുന്നു. നിങ്ങൾ കയറി കഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കാറിന് ഇങ്ങനത്തെ രൂപമായി മാറി. എന്തായാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാ സുരേഷ് ഏട്ടൻ രക്ഷപ്പെട്ടത്? അതെ, ഞങ്ങൾ എങ്ങനെ രക്ഷിച്ചു നിങ്ങള്? അത് അപ്പച്ചേട്ടനാണെങ്കിൽ ഒരു വിദ്യ പ്രയോഗിച്ചു, അങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റിയത്. അപ്പച്ചേട്ടനാണെങ്കിൽ കന്നാസിനകത്ത് പെട്രോൾ ഉണ്ടെന്ന്. ഞാൻ ആ പെട്രോൾ ഈ കാറിനകത്ത് ഒഴിച്ചു. ഞങ്ങൾ ബൈക്കിൽ ഇങ്ങോട്ട് വന്ന സമയത്ത് അപ്പച്ചേട്ടനെ ഞാൻ പെട്രോൾ ഇങ്ങോട്ട് ഈ കാറിനകത്ത് തളിച്ച്. അന്നേരം ഈ കാറ് പിന്നെ പെട്ടെന്ന് സ്റ്റോപ്പ് ആയത്. സ്പീഡ് കുറഞ്ഞാൽ മതി, അത് കഴിഞ്ഞ് മിന്നിപ്പാട്ട് സ്റ്റോപ്പായി. പിന്നെ ഡോറും തുറക്കാൻ പറ്റിയത്. മോന്റെ ഐഡിയ എന്തായാലും നന്നായിരുന്നടി. അവനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാന്ന് തോന്നുന്നു. ആ പെട്രോൾ ഒഴിച്ചപ്പോഴത്തേക്ക് ഈ കാറാണെങ്കിൽ അടങ്ങി. പെട്രോൾ ദേഹത്ത് വീണപ്പോഴത്തേക്ക് ആ പ്രേതം ഇതിൽ നിന്ന് മടങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഇനി ഒട്ടും താമസിപ്പിക്കണ്ട അച്ഛാ, ഈ കാറ് നമുക്ക് അങ്ങ് കത്തിച്ച് കളയാം. കുറച്ച് പെട്രോളും കൂടി ഞാൻ ഒഴിച്ചിട്ട് കത്തിക്കാൻ പോയി കാറ്. നീ എല്ലാവരും ബൈക്കിലോട്ട് നീങ്ങിന്നോ, കാറ് കത്തിക്കട്ടെ. ഓ ഇപ്പോഴൊന്ന് സമാധാനമായത്. ഓ ആശ്വാസമായി.